ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിലെ ഈ പ്രവചനം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 നാം കാണുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കന്യക പരിശുദ്ധ മറിയമാണെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട ഇമ്മാനുവേൽ ഈശോ മിശിഹായാണെന്നും നമുക്ക് വ്യക്തമാകുന്നു. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ എന്നാണ് അർത്ഥം. ദൈവമായ ഈശോ മിശിഹ മനുഷ്യ ശരീരം ധരിച്ച് നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചതിനാൽ അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നു. നമ്മോടുകൂടെ ആയിരിക്കാൻ ഈശോ സ്വർഗം വിട്ട് ഇറങ്ങി വന്നു എങ്കിൽ ഇന്ന് പതിവിലും കൂടുതൽ സമയം ഈശോയോടൊപ്പം ചെലവഴിക്കാൻ നമുക്ക് പരിശ്രമിച്ചാലോ?